നമ്മളെ ഈ സിറ്റി ഏരിയയിൽ ചെറിയ ചെറിയ ടൗണുകളിലൊക്കെ ഡെലിവറി ചെയ്യാൻ വരുമ്പം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വരുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ വരുന്നതിന് മുന്നേ ഗൂഗിൾ മാപ്പ് നോക്കി ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ ഒരു ഏരിയൽ വ്യൂ നമ്മൾ മനസ്സിലാക്കി വെക്കും. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ പല ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ഇതുണ്ടല്ലേ, ട്രാക്ടർ സപ്ലൈ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വെയർ ഹൗസാണ് കേട്ടോ. ചെറിയൊരു ഈ വാൾമാർട്ട് പോലെ സൂപ്പർ മാർക്കറ്റാണ്. എന്നപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഭയങ്കര ടൈറ്റാണ്. നമ്മൾ ആ കോർണറുമായിട്ട് ചേർത്തെടുത്തില്ല എങ്കിൽ നമ്മുടെ വണ്ടി തട്ടും. എത്രയും മാക്സിമം സ്പേസ് എടുക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ ആ റെഡ് ലൈൻ കിടക്കുന്നുണ്ടല്ലോ അവിടെ നമ്മുടെ ബാക്ക് തട്ടും. ഇവിടെയും നോക്കണം, ഇവിടെ നമ്മൾ മാക്സിമം കിട്ടുന്ന സ്പേസ് മാക്സിമം ചേർത്തെടുക്കുക. കുറേ കമ്പും കോലൊക്കെ നിൽപ്പുണ്ട്, മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ മാക്സിമം ചേർത്തെടുത്തില്ല എങ്കിൽ നമ്മുടെ ബാക്ക് ഒടിഞ്ഞു വരത്തില്ല. 53 ഫീറ്റിൻ്റെ ട്രെയിലറാണ്, അപ്പോൾ അത് ഒടിഞ്ഞു വരത്തില്ല. ഇത്രയും ചേർത്ത് എടുത്തില്ലെങ്കിൽ നമ്മുടെ ബാക്ക് ആ പച്ച ബോക്സ് ഇരിക്കുന്നുണ്ടല്ലോ അതിലും മറ്റേ അപ്പുറത്ത് ലോഡ് ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ, അതിലെല്ലാം തട്ടി ആകെപ്പാടെ ചളവായി പോകും. മാക്സിമം ചേർത്തെടുക്കാൻ നോക്കുക, കിട്ടുന്ന സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഫസ്റ്റ് ടേണ് അത് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ ബസ് തിരിക്കുന്ന പോലെ അല്ലേ, ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, ട്രെയിലർ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ പോവും. പിന്നെ ഫസ്റ്റ് ടേൺ എടുക്കുമ്പോൾ തന്നെ മാക്സിമം കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ വീണ്ടും കൂടുതൽ ഇതിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്, ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ നമുക്ക് തലവേദനയാവും. അപ്പോൾ മാക്സിമം ഫസ്റ്റ് ടേൺ തന്നെ കറക്റ്റായിട്ട് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് എടുക്കാൻ നോക്കുക. നമ്മുടെ നോട്ടം വലതേ സൈഡിലെ ചെറിയ കോൺവെക്സ് മിറർ ഉണ്ടല്ലോ, അതിൽ നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ മിറർ നോക്കിയായിരിക്കണം നമ്മൾ ഇങ്ങനെ വൈഡ് ടേൺസ് എടുക്കേണ്ടത്. പയ്യെ നോക്കി എടുക്കുകയാണ് കേട്ടോ. അതാണ് സമയം എടുക്കുന്നത്, നോക്കി എടുക്കുകയാണ്. കാരണം നോക്കിയെടുത്തില്ലെങ്കിൽ നമ്മളവിടെ തട്ടും. മാക്സിമം ഞാൻ ഇവിടെ കുറേ കമ്പ് ഇരിപ്പുണ്ട്, ആ കമ്പ് നമ്മുടെ വണ്ടിയിൽ ഒരയാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഡോക്ക് കേട്ടോ, അപ്പുറത്താണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോയി കറക്റ്റായിട്ട് നമ്മുടെ സ്പോട്ടിലെത്തി. അതിൻ്റെ അപ്പുറത്ത് ഡോക്ക് അതിലും ചെറിയ ഡോക്കാണ്. അതായത് നമ്മൾ മറ്റേ ഡ്രോപ്പ് ആൻഡ് ഹുക്ക് പോലെയല്ല, നമ്മൾ ഇത് ട്രെയിലർ എടുത്തിട്ട് ട്രെയിലർ കൊണ്ട് സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുമല്ലോ, ഇത് ഡോക്കിൽ ഇട്ട് കൊടുക്കണം. ഈ ട്രെയിലർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അൺലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ, ഇതാണ് നമ്മുടെ ഡോക്ക്. അപ്പോൾ മാക്സിമം സ്പേസ് എടുത്തിട്ട് പയ്യെ നമ്മൾ നോക്കിയാണ് ഡെലിവറി ചെയ്തത് കേട്ടോ. ഇതാണ് നമ്മുടെ ഡോക്ക്. അപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളായിരുന്നു, ഞാൻ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പേസ്. അപ്പോൾ ആ സ്പേസിൽ മാക്സിമം കൊള്ളിച്ച് ഒരു ട്രക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഡോക്ക് ഇട്ടേക്കുന്നത്. ഫ്രണ്ടിലോട്ട് പുള്ളി ചെയ്യാൻ ഒത്തിരി സ്ഥലമില്ലായിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു ബ്ലൈൻഡ് സൈഡ് ബാക്കപ്പ് അടിച്ചത്. ബ്ലൈൻഡ് സൈഡ് ബാക്കപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലെ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള ബാക്കപ്പാണ് നമ്മൾ ബ്ലൈൻഡ് സൈഡ് ബാക്കപ്പ് എന്ന് പറയുന്നത്. എന്നപ്പോൾ അവർ ലോഡ് ചെയ്തിട്ട് ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ പണി അറിയാവുന്ന ആൾക്കാർ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടു നിൽക്കാൻ എന്ത് രസം അറിയോ. അപ്പോൾ ഞാൻ പണ്ട് ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ എനിക്കറിയാം ഈ ഫോർക്ക് ലിഫ്റ്റ് പണി അറിയാവുന്നവരാണോ പടപടപടയുന്ന ഒരു ലോഡ് ഗേറ്റിൽ ലോഡ് ഇറക്കും. നല്ല രസമാണ്. അവർക്ക് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും, ഭയങ്കര ഐഡിയ ആയിരിക്കും. അവർക്കറിയാം കറക്റ്റ് സാധനം എവിടെ കൊണ്ട് വെക്കണം, കറക്റ്റ് എങ്ങനെ എടുക്കണം, എങ്ങനെ വണ്ടി തിരിക്കണം. ഭയങ്കര രസമാണ്. ഈ ട്രക്ക് ഓടിക്കുന്ന പോലെയാണ് ഫോർക്ക് ലിഫ്റ്റിൻ്റെയും വേറെ അതൊരു പ്രൊഫഷനാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കുന്ന ആൾക്കാരെ കാണാൻ. അതിൻ്റെ വലിയ ഫോർക്ക് ലിഫ്റ്റൊക്കെയാണ്. അപ്പോൾ അത് ഇങ്ങനെ വെയർ ഹൗസിലൊക്കെ അടുക്കി സാധനം അടുക്കി വെക്കുന്നതൊക്കെ കാണാൻ എന്ത് രസം അറിയോ. റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ, അത്യാവശ്യം റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഏതെങ്കിലും ഒരു അടുക്കി വെക്കുന്നതിനടുത്ത് ഏതെങ്കിലും ഒരു സാധനം ഒരു പാലറ്റ് എങ്ങനെ ചരിഞ്ഞെല്ലാം പോയി കഴിഞ്ഞാൽ അടുത്ത പാലറ്റ് വീണ് വീഡിയോസൊക്കെ കണ്ടില്ല യൂട്യൂബിനകത്തിലൊക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നപ്പം പുള്ളിക്കാരനാണ് നമ്മുടെ ലോഡ് ഇറക്കുന്നത് കേട്ടോ. 2 പേരുണ്ട്, പക്ഷേ പുള്ളിയാണ് മൊത്തം ഇറക്കിയത്. അങ്ങനെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുക, കുറേ നേരം ഇത് കണ്ടുകൊണ്ടിരുന്നു. അപ്പം വിചാരിച്ചു പുള്ളിയുടെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. എന്നാ സ്പീഡിലായോ ചെയ്യുന്നത് അറിയോ. കണ്ടില്ല, ചെറിയ സ്പേസാണ്, അതിനപ്പുറത്ത് ചെറിയൊരു സ്പേസാണ്. ആ സ്പേസിൽ കൂടെയാണ് പുള്ളിക്കാരൻ കയറി പോകുന്നത്. അതിനിടയ്ക്കൂടെ ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൽ കൂടെ പുള്ളി കയറി അപ്പുറത്ത് പോയി സാധനം വെച്ചിട്ട് തിരിച്ചു വരും. ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അത് പയ്യൊന്നും പോകുന്നത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകും, അങ്ങനെയുള്ള സെറ്റപ്പാണ്. പക്ഷേ അതിൽ പാസ് ചെയ്ത് പോകത്തില്ല, അത് അവർക്കറിയാം. ഇത് ഓരോ പാലറ്റായിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു തടിയുടെ ബോക്സ് ഇല്ലേ, അതിനെയാണ് പാലറ്റ് എന്ന് പറയുന്നത്. ഓരോ പാലറ്റ് അടുക്കി വെക്കും. എല്ലാ ലോഡും ഇതുപോലെ വരുന്നത് കേട്ടോ. എന്നപ്പം ഇത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങളാണ്.
ഇതിനകത്തിൽ പല പല ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിനകത്തിൽ പല കാറ്റഗറി തിരിച്ച് പുള്ളിക്കാരന് അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം വണ്ടിക്കകത്ത് വന്നിരുന്ന് ചില്ലായി കുറച്ച് നേരത്തേക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ലോഡിനുള്ള ഓർഡർ വന്നു കേട്ടോ. അതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ അടുത്ത ലോഡെന്ന് വെച്ചാൽ അർക്കൻസാസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ്. അതൊരു ഏകദേശം 400 മൈൽസ് ദൂരെയാണ്. ആദ്യം പോയിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള ഈ ലോഡ് ഇറക്കിയിട്ട് ഈ ട്രെയിലറുമായിട്ട് അർക്കൻസാസിലേക്ക് പോകണം. അവിടുന്ന് ലോഡ് എടുത്തിട്ട് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലിബർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ, ലിബർട്ടി. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, പുതിയ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ന്യൂ ഇയറൊക്കെ വരികയാണ്. ഞങ്ങൾക്ക് നാട്ടിലേക്കാളും ഒരു അര ദിവസം ബാക്കിലായിരിക്കും ന്യൂ ഇയർ കേട്ടോ. നിങ്ങളൊരു കേരളത്തിലെല്ലാവരും ഒരു ഹാഫ് ഡേ മുന്നിലാണ്, അമേരിക്ക ഹാഫ് ഡേ പുറകിലാണ് നമ്മുടെ നാട്ടിലേക്കാട്ടിലും. സോ ഇപ്പം അവിടെ പകൽ 10 മണിയാണെങ്കിൽ ഇവിടെ രാത്രി 10 മണിയായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അപ്പം ഞങ്ങൾക്ക് ന്യൂ ഇയർ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് വരും, ഞങ്ങൾക്ക് ലേറ്റായിട്ടായിരിക്കും ന്യൂ ഇയർ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ, അതൊക്കെയാണ് കാര്യങ്ങൾ. സോ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഹാപ്പി ന്യൂ ഇയർ.